സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിറ്റ് ആൻഡ് ഗിറ്റ് ഹബ്. രണ്ടും സെയിം അല്ല, അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറുതായിരിക്കും, വലിയ കോഡിംഗ് എക്സാമ്പിൾ ഒന്നുമില്ല, കുറച്ച് തിയറി ആയിരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, എളുപ്പത്തിൽ തീർക്കാം. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ലിങ്ക്ഡിനിലോ മറ്റോ ഏതോ ഒരു മെയിൻ പോസ്റ്റ് കണ്ടിട്ടുണ്ട്, ഈ ഗിറ്റും ഗിറ്റബും എന്താ പറയാ, ഈ പോണും പോൺ ഹബും പോലെയാണെന്ന്. തെറ്റിദ്ധരിക്കണ്ട, ഈ വീഡിയോ കാണുന്ന എല്ലാവരും 18+ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കിട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ഗിറ്റ് ഹബ്? ഗിറ്റ് ഹബ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഗിറ്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി ഈ കോഴ്സിന്റെ ഇനീഷ്യൽ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് എ ഗിറ്റ്. എന്നാലും ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. ഗിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ സോഫ്റ്റ്വെയർ ടൂൾ യൂസഡ് ടു കൺട്രോൾ യുവർ സോഴ്സ് കോഡ്. ഓക്കെ, നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിൻ്റെ എന്താ പറയുക, ഡിഫറെൻറ്റ് വേർഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം ഗിറ്റ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഗിറ്റ് ഹബ്? ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗിറ്റ് ലോക്കലി, ഗിറ്റ് റെപ്പോസിറ്ററി ലോക്കലി ക്രിയേറ്റ് ആവും. ഗിറ്റ് ഇന്നിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഓർമ്മല്ലേ, ആ ടൈമിൽ ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു ലോക്കൽ റെപ്പോസിറ്ററി അവിടെ ക്രിയേറ്റ് ആവും. എന്താണ് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിലാണ് അത് കവർ ചെയ്യാൻ പോവുക, ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ലോക്കൽ റെപ്പോസിറ്ററി നിങ്ങൾക്ക് ഒരു സെർവറിൽ സൂക്ഷിക്കണം. ആ സെർവറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും, അതായത് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസ് കേസ് ഉണ്ട് അതിനെ കൊണ്ട്. അപ്പം അത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ നെയിമാണ് ഈ ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. ഗിറ്റ് ഹബിൻ്റെ കറണ്ട് പാരന്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നത് ഗിറ്റ് ടൂളാണ് ഇൻസൈഡിൽ. ഓക്കെ, അപ്പം ഗിറ്റ് ഹബ് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്പോസിറ്ററി എന്ന് പറയും ഗിറ്റ് ഹബിന് ഓൾ ടുഗദർ. ഗിറ്റ് ഹബ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്, ദർ ഈസ് ആൾട്ടർനേറ്റീവ്സ് ലൈക്ക് ബിറ്റ് ബക്കറ്റ്, അതേപോലെ ഗിറ്റ് ലാബ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഗിറ്റ് ഹബിൻ്റെ മാത്രം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗിറ്റ് ഹബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇസ് എ പ്രൊപ്രൈറ്ററി ഡെവലപ്പർ പ്ലാറ്റ്ഫോം, അലോസ് ഡെവലപ്പർ ടു ക്രിയേറ്റ്, സ്റ്റോർ, മാനേജ് ആൻഡ് ഷെയർ ദെയർ കോഡ്. ഇവിടെ പാരന്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ആൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞു, അതും ഇൻസൈഡ് യൂസ് ചെയ്യുന്നത് ഗിറ്റ് ടൂളാണ്, വേർഷൻസ് കൺട്രോൾ സിസ്റ്റമായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ബിറ്റ് ബക്കറ്റ്. ഈ ബിറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇവരെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് അറ്റ്ലേഷ്യൻ. അറ്റ്ലേഷ്യൻ നിങ്ങൾക്ക് ചിലപ്പം അറിയുന്ന ഒരു കമ്പനി ആയിരിക്കും. ഇതാണ് അറ്റ്ലേഷ്യൻ്റെ വെബ്സൈറ്റ്. ഇവർക്ക് എന്താ പറയുക, വേറെ ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം MNCയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ അജൈൽ ഡെവലപ്മെൻറ്റ് ആണ് ഫോളോ ചെയ്യുക. അജൈൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് ലൈഫ് സൈക്കിളാണ്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസൊക്കെ ഇവരതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ജീര. അപ്പോൾ ഇവരെ പ്രൊഡക്ട്സിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീര, കോൺഫ്ലുവൻസ്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു പ്രൊഡക്റ്റാണ് എന്ത്, ബിറ്റ് ബക്കറ്റ്. അത് കാണണമെങ്കിൽ ലാസ്റ്റ് പോയി ഫൂട്ടറിൽ പ്രൊഡക്ട്സിൽ ഇവിടെ ബിറ്റ് ബക്കറ്റ് എന്ന് കൊടുത്താൽ ആ ബിറ്റ് ബക്കറ്റ് എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വായിച്ചറിയാൻ പറ്റും. ഒന്നുമില്ല, ഇതും ഗിറ്റ് ഹബും ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ UI കുറച്ച് ഡിഫറൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലാതെ വേറെ വലിയ പ്രത്യേകത ഒന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, പിന്നെ വേറൊരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത് ഗിറ്റ് ലാബാണ്. ഗിറ്റ് ലാബും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുക, ഗിറ്റ് ഹബ് പോലെ തന്നെ. പക്ഷേ ഈ ഗിറ്റ് ലാബ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഡെവോപ്സ് ടീംസ് ആണ്. കാരണം അവർക്ക് കുറച്ച് ലൈഫ് സൈക്കിൾ ഉണ്ട് ഡെവോപ്സിന്. ഈ റെപ്പോ ക്രിയേറ്റ് ചെയ്യുക, വേറെ കാര്യങ്ങൾ പ്രോസസ് ചെയ്യുക, അങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ അവരെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഗിറ്റ് ലാബ് ഈ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ഡെവോപ്സിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി, ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യാനും
ഫാസ്റ്റും ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഗിറ്റ് ലാബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഗിറ്റബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ തേർഡ് പാർട്ടി ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഗിറ്റ് ലാബിൽ അതൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ ഡെവോപ്സ് ടീംസ് കൂടുതലും ഗിറ്റ് ലാബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ 3 റെപ്പോസിറ്ററി അല്ലെങ്കിൽ 3 സർവീസസ്, ഹോസ്റ്റിംഗ് സർവീസസ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇന്റേണലി യൂസ് ചെയ്യുന്നത് ഗിറ്റാണ്. ഇനി ഗിറ്റ് എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, അത് വേർഷൻ കൺട്രോൾ സിസ്റ്റം, അതാണ് മോസ്റ്റ് പോപ്പുലർ. ഗിറ്റ് അല്ലാതെ വേറൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതിൻ്റെ പേരാണ് മെർക്കുറിയൽ. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെർക്കുറിയൽ, താഴോട്ട് പോവുക, മെർക്കുറിയൽ SCM. ഓക്കെ, സോഴ്സ് കൺട്രോൾ മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ഇവരെ വെബ്സൈറ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മെർക്കുറിയൽ ഈസ് എ ഫ്രീ ഡിസ്ട്രിബ്യൂട്ടഡ് സോഴ്സ് കൺട്രോൾ മാനേജ്മെൻറ്റ് ടൂൾ. ഓക്കെ, ഇത് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഗിറ്റ് പോലെ തന്നെയാണ്. ഇവിടെ ക്ലോണിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ക്ലോണ്, അതേപോലെ ഇനീഷ്യലൈസേഷൻ, അതൊക്കെ അവരുടേതായ വേർഷൻസിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ യൂസേജ് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ മെർക്കുറിയൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഈ ബിറ്റ് ബക്കറ്റിലും ഗിറ്റ് ലാബിലും ഗിറ്റബിലൊന്നും ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് സപ്പോർട്ട് ചെയ്യില്ല. അത് ഓൺലി സപ്പോർട്ട് ചെയ്യുന്നത് ഗിറ്റാണ്. പക്ഷേ മെർക്കുറിയൽ ബിറ്റ് ബക്കറ്റിൽ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ ലേറ്റർ അവർ എടുത്തു കളഞ്ഞു. അത് 2020 അവർ അത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മെർക്കുറിയൽ സൺസെറ്റ് എന്നടിച്ചു കൊടുത്താൽ ഇൻ ബിറ്റ് ബക്കറ്റ് ഇതിവിടെ വരും. അതിൻ്റെ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ സൺസെറ്റിംഗ് മെർക്കുറിയൽ സപ്പോർട്ട് ഇൻ ബിറ്റ് ബക്കറ്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രോപ്പർ റീസൺ വൈ ദേ ആർ സൺസെറ്റിംഗ് മെർക്കുറിയൽ സപ്പോർട്ട് ഇൻ ബിറ്റ് ബക്കറ്റ്. ഇവിടെ എവിടെയോ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സ്റ്റാക്ക് ഓവർഫ്ലോ, ഓൾമോസ്റ്റ് 90% ഓഫ് ദി ഡെവലപ്പേഴ്സ് യൂസ് ഗിറ്റ്, വൈൽ മെർക്കുറിയൽ ഈസ് ദി ലീസ്റ്റ് പോപ്പുലർ വേർഷൻ കൺട്രോൾ സിസ്റ്റം. അതുകൊണ്ടാണ് അവരത് ഒഴിവാക്കിയത്. പക്ഷേ ബിറ്റ് ബക്കറ്റ് വന്ന ടൈമിൽ മെർക്കുറിയൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഏതോ ഒരു പാരഗ്രാഫിൽ അവർ ഇവിടെ പറയുന്നുണ്ട്, അതുകൊണ്ടോ മെർക്കുറിയൽ വിൽ ഓൾവേസ് ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ ബിറ്റ് ബക്കറ്റ്സ് ഹിസ്റ്ററി, അത് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ, മെർക്കുറിയൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെവിടെയാണ് ഹോസ്റ്റ് ചെയ്യാന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മെർക്കുറിയൽ സപ്പോർട്ടായിട്ടുള്ള കുറച്ച് ഹോസ്റ്റിംഗ് ഇതുണ്ട്. അതിനിവിടെ മെർക്കുറിയൽ സപ്പോർട്ട് എന്താ പറയുക, ഹോസ്റ്റിംഗ് ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ വരും. ഇതൊന്നാമത്തേത് ഇതാണ് ഹെപ്റ്റാപോഡിൽ ഇതൊരു സർവീസാണ്. ഇതിൽ മെർക്കുറിയലും ഗിറ്റും ഗിറ്റ് ലാബും എല്ലാം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഇത് വലിയ വീഡിയോ ഒന്നല്ല. ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂള്, ഗിറ്റബ് എന്ന് പറഞ്ഞാൽ അത് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ്. അത്രയേ ഉള്ളൂ ജനറലി. പിന്നെ ഈ മെർക്കുറിയൽ കാര്യങ്ങളൊക്കെ ഈസ് എ അൾട്ടർനേറ്റീവ് ഫോർ എന്താ പറയുക, ഗിറ്റ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സുലാൻ.